ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കണ്ണൂരിൽ വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലായിരിക്കും രാഹുൽ ഗാന്ധി പങ്കെടുക്കുക. UDF ക്യാമ്പിന് ഊർജ്ജം പകരാനെത്തുന്ന അദ്ദേഹം രാവിലെ 10:30 കണ്ണൂരിലെ വമ്പിച്ച പൊതുസമ്മേളനത്തോടെയാണ് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നത്. കണ്ണൂരിലെ പരിപാടിക്ക് ശേഷം രാഹുൽ ഗാന്ധി കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലേക്കും പോകും. MM രാഗേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാഗേഷ്, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ രാഹുൽ ഗാന്ധി UDF ക്യാമ്പിന് വലിയ ആവേശമാണ് നൽകുന്നത് എന്നതിൽ സംശയം വേണ്ട. വനിതാ മുഖ്യമന്ത്രിയാണ് തൻ്റെ സ്വപ്നങ്ങളിലുള്ളത് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ ഏത് വനിതയാണ് രാഹുൽ ഗാന്ധി കാണുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായി ഉണ്ട്. ഒപ്പം പ്രചാരണ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുമെന്നാണ് കരുതുന്നത്? അഖില പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് നടന്ന ഒരു മഹാറാലി ഉണ്ടായിരുന്നു UDFന്റെ. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഈ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നതോടുകൂടിയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം പകരുക എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ആ ഒരു പരിപാടിക്ക് എത്തിയില്ല എന്നുള്ളതാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ച് നിരാശയുണ്ടായിരുന്നത്. ആ നിരാശയ്ക്ക് പൂർണ്ണമായും പരിഹാരം കാണുന്ന വിധത്തിലാണ് ഇത്തവണ രാഹുൽ ഗാന്ധി എത്തുന്നത്. ഇന്ന് കണ്ണൂരിൽ രാവിലെ 10:30 കൂടിയാണ് എത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ നടക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് മുൻപ് തന്നെ കണ്ണൂരിൽ ഈ പരിപാടിക്ക് സമാപനമാകും. അതിനുശേഷമാണ് നാദാപുരത്ത് കല്ലാച്ചിയിൽ ചെറിയ കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കല്ലാച്ചിയിലെ കോർണർ മീറ്റിംഗ് ഉച്ചയ്ക്ക് മുൻപാണ് നടക്കുന്നത്. 1:30 കൂടി ഏകദേശം പേരാമ്പ്രയിലെത്തും. പേരാമ്പ്രയിൽ ഇതിനുശേഷം ഇതേപോലെ തന്നെ കോർണർ മീറ്റിംഗ് ഉണ്ട്. അതായത് പ്രാദേശിക നേതാക്കന്മാർ തിരഞ്ഞെടുക്കുന്ന ചില ആളുകൾ എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 2:40 ബാലുശ്ശേരി മുതൽ നന്മണ്ട വരെ നമുക്കറിയാം ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുണ്ട്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന 5ഓളം ഗ്യാരണ്ടികളുണ്ട്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് തന്നെ കോഴിക്കോട് നടന്ന മഹാറാലിയിൽ ഓൺലൈനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്തരം ഗ്യാരണ്ടികളാണ്. മുൻപ് കർണാടകയിലും തെലങ്കാനയിലും ഉൾപ്പെടെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയെന്ന അവകാശത്തോടു കൂടിയാണ് പെൻഷൻ 4000 രൂപയാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മാസം നൽകുന്ന പദ്ധതി. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്. ഈ ബസ്സിലുള്ള യാത്രയാണ് 2:40 ബാലുശ്ശേരി മുതൽ നന്മണ്ട വരെ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 3:50 കൊയിലാണ്ടിയിൽ നടക്കുന്ന റോഡ് ഷോയും പൊതുസമ്മേളനവുമാണ് ഇന്നത്തെ ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി വടക്കൻ കേരളത്തിലെ പ്രചാരണങ്ങൾക്ക് കരുത്ത് പകരാനാണ് ഇന്നെത്തുന്നത്. UDF ക്യാമ്പും അത്തരത്തിലുള്ള ആവേശത്തിലാണ്. അഖില, ശരി, രാകേഷ് സൂചിപ്പിച്ച പോലെ UDF ക്യാമ്പിന് വലിയ ആവേശമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. രാഹുൽ ഗാന്ധി ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക? രാഹുൽ ഗ്യാരണ്ടിയൊക്കെ, അതായത് UDF നൽകുന്ന ചില ഗ്യാരണ്ടികളൊക്കെ നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമുക്കറിയേണ്ടത്. ഏതായാലും